രഞ്ജിത്ത് സദീവിനെ നായകനാക്കി അരുൺ വൈഗ സംവിധാനം ചെയ്ത പുതിയ സിനിമയാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. അരുൺ വൈഗയെ കുറിച്ച് പറയാനാണെങ്കിൽ ആ ഡയറക്ടറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡിജിറ്റൽ വില്ലേജ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സൂപ്പർ പടം കേട്ടോ. ആ പടത്തിന്റെ സംവിധായകനാണ് ഇദ്ദേഹത്തിന് എന്ത് പറ്റിയെന്നാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. രഞ്ജിത്ത് സദീവിനെ അറിയാവോ? രഞ്ജിത്ത് സദീവിനെ അറിയാത്തവർക്ക് അദ്ദേഹത്തിന്റെ ഒരു പടമുണ്ട്, ഉഗ്രൻ പടമാണ്. പടത്തിന്റെ പേര് ഗോളം എന്ന. ആ പടം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സൂപ്പർ പടമല്ലേ. അതിൽ നായകനായിട്ട് വരുന്ന പയ്യനാണ് ഈ രഞ്ജിത്ത് സദീവ്. പുള്ളിക്കാരൻ വേറെയും 2-3 പടത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് അദ്ദേഹത്തിന് ആ ഗോളം എന്ന് പറയുന്ന സിനിമയാണ്. അടിപൊളി സിനിമയായിരുന്നു, സൂപ്പർ പടമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ അഭിനയം മാത്രമേ പോരായിരുന്നു. ഓക്കെ. പക്ഷെ ഈ പടത്തിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അഭിനയത്തോട് അദ്ദേഹം വലുതായിട്ട് നീതി പുലർത്തിയിട്ടില്ല. എന്താ പറയാ, അഭിനയിക്കാൻ അറിയാത്തതാണോ അതോ ഇങ്ങനെയൊക്കെ തന്നെ ഇങ്ങനെ തന്നെയാണോ പുള്ളിയുടെ അഭിനയം? എല്ലാ പടത്തിലും ഇതുപോലൊക്കെ തന്നെ ഒരു ഓക്കെ പെർഫോമൻസ്, ഓക്കെ എന്ന് പറയാൻ പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പടത്തിലെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് അത് തന്നെയാണ്. പുള്ളിക്കാരന് നന്നായി ഡാൻസ് കളിക്കാൻ അറിയാം. ഇതിനകത്തൊരു സോങ്സിനകത്ത് പുള്ളി ഡാൻസ് കളിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല മെയ്വഴക്കൊക്കെ ഉണ്ട്, ബോഡിയൊക്കെ ഫിറ്റ് ആണെങ്കിലുണ്ട്, നല്ല മെയ്വഴക്കമുണ്ട്, കൊള്ളാം. ചെറുക്കൻ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. പക്ഷെ അഭിനയം പോലെ സിനിമ ഒരു ആവറേജ് പടം. ആവറേജ് ഒന്നും പറയാനില്ല, എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയൊരു പടം. ഇതിനകത്ത് ജോണി ആന്റണി അങ്ങനെ ഒരുപാട് ഇന്ദ്രൻ ചേട്ടനൊക്കെ ക്യാരക്ടേഴ്സൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. പക്ഷെ അവരൊക്കെ എന്തിനാണെന്നൊരു പിടുത്തമില്ല. ചുമ്മാ വന്ന് പോകുന്ന കുറെ ക്യാരക്ടേഴ്സ്, ഒക്കെയോ എഴുതി വെച്ചേക്കുന്ന ഒരു സ്റ്റോറി, ഒന്നും അങ്ങോട്ടൊരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ. നായികയൊക്കെ എന്തിനാണോ എന്തോ. കണ്ടിരിക്കാം, അത്രയേ ഉള്ളൂ. ഒരു പടം. അപ്പം ഞാൻ പോയി കണ്ടു, എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇതിനകത്ത് പറയാനായിട്ടും ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു പടം കണ്ടു, അവിടെ ഇവിടെയൊക്കെ കണ്ടു നടന്ന എന്തൊക്കെയോ സ്റ്റോറികൾ കുത്തിക്കയറ്റി, കുറേ പാട്ടും ഇട്ട്, എന്തിനോ കുറേ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ കയറ്റി. പക്ഷെ ആ ഡിജിറ്റൽ വില്ലേജ് എന്ന് പറഞ്ഞ ഡയറക്ഷൻ പുള്ളിക്കാരൻ ചെയ്ത പടമാണെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. പുള്ളിതാനാണ് ഇതിന്റെ തിരക്കഥയും, പുള്ളിതാനാണ് ഇതിന്റെ എഡിറ്ററും, പുള്ളിതാനാണ് ഡയറക്ടറും. എന്നിട്ടും ഇങ്ങനെയായി പോയെന്നൊന്നും ആലോചിക്കുമ്പോൾ എനിക്ക് എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. അപ്പം എന്തായാലും കാണാൻ താല്പര്യമുള്ളവർ പോയി കാണും. എൻ്റെ റിവ്യൂ കണ്ടിട്ട് കാണാതിരിക്കരുത്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നിങ്ങൾ ഈ പടം കണ്ടാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, കൊള്ളാവോ ഇല്ലയോ എന്നുള്ളതൊക്കെ. നിങ്ങൾ ഓരോരുത്തരും ഇഷ്ടമാണല്ലോ, ഓരോരുത്തരും സിനിമ കാണുന്നത് അവരവരുടെ പെർസ്പെക്റ്റീവ് വഴിയാണല്ലോ, ഓരോരുത്തരും ചിന്താഗതിയാണല്ലോ എങ്ങനെയാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണേ. ഓക്കെ, താങ്ക് യു.